വർഷം 1958. ക്രിസ്മസ് കാലത്തെ തണുപ്പുള്ള ഒറിഗോൺ സംസ്ഥാനത്തെ ഒരു ഞായറാഴ്ച. കെന്നത്ത് മാർട്ടിൻ, ഭാര്യ ബാർബറ, അവരുടെ 3 പെൺമക്കളായ ബാർബി, വിർജീനിയ, സൂസൻ എന്നിവർ ക്രിസ്മസ് അലങ്കാരങ്ങൾക്കുള്ള പച്ചിലകൾ ശേഖരിക്കാൻ കൊളംബിയ റിവർ ഗോർജിലേക്ക് ഒരു യാത്ര പോയി. സന്തോഷകരമായ കുടുംബയാത്ര പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ തിരോധാനമായി മാറി. 5 പേരും അവർ സഞ്ചരിച്ച 1954 മോഡൽ ഫോർഡ് സ്റ്റേഷൻ വാഗണർ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷരായി. ഒറിഗോൺ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തിരച്ചിൽ അന്ന് നടന്നു. മാസങ്ങൾക്കു ശേഷം വിർജീനിയയുടെയും സൂസന്റെയും മൃതദേഹങ്ങൾ നദിയിൽ നിന്നും കണ്ടെത്തിയെങ്കിലും കെന്നത്ത്, ബാർബി എന്നിവരെക്കുറിച്ചോ കാറിനെക്കുറിച്ചോ ഒരു തുമ്പും ലഭിച്ചില്ല. ഒരു ദുരൂഹ അപകടമോ അതോ ആസൂത്രിതമായ ഒരു കൊലപാതകമോ? പല കോണുകളിൽ നിന്നും പല സിദ്ധാന്തങ്ങൾ ഉയർന്നു. 6 പതിറ്റാണ്ടിലേറെക്കാലം ഈ കേസ് ഒരു കോൾഡ് കേസായി തുടർന്നു. എന്നാൽ അടുത്തിടെ കേസിൻ്റെ ഗതി മാറ്റിമറിച്ചുകൊണ്ട് കൊളംബിയ നദിയിൽ നിന്ന് ഒരു ഡ്രൈവർ കാർ കണ്ടെത്തിയെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഈ രഹസ്യത്തിന് ഇപ്പോൾ ഒരു തീർപ്പുണ്ടാകുന്നു. കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയേക്കാവുന്ന തെളിവുകൾ എന്തു സൂചനകളാണ് നൽകുക? ഈ ദുരൂഹതയുടെ ചുഴലഴിയുന്നതിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർട്ട്ലാൻഡിലെ റോസ്വേ പരിസരത്ത് താമസിച്ചിരുന്ന മാർട്ടിൻ കുടുംബം 1950കളിലെ സാധാരണ അമേരിക്കൻ മധ്യവർഗ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും പങ്കുവച്ചവരായിരുന്നു. ക്രിസ്മസ് കാലത്ത് അയൽക്കാർക്കായി സാന്താക്ലോസിൻ്റെ വേഷമിട്ട് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വേനൽക്കാലത്ത് അയൽപക്കത്ത് പരിപാടികൾ സംഘടിപ്പിച്ചും അവർ സമൂഹത്തിൽ സജീവമായിരുന്നു. മാർട്ടിൻ കുടുംബത്തിലെ തലവൻ കെന്നത്ത് ആർ മാർട്ടിനായിരുന്നു. തിരോധാനം സംഭവിക്കുമ്പോൾ 54 വയസ്സായിരുന്നു പ്രായം. സൗത്ത് ഡക്കോട്ടയിൽ ജനിച്ച കെന്നത്ത് 7-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം പോർട്ട്ലാൻഡിലെ റോസിറ്റി പാർക്ക് ഏരിയയിലേക്ക് താമസം മാറി. അക്കാലത്ത് എക്ലസ് ഇലക്ട്രിക് ഹോം സർവീസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാന്താക്ലോസ് വേഷമിട്ട് അയൽപക്കത്തെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് അദ്ദേഹത്തിനൊരു വിനോദമായിരുന്നു. 5 അടി 10 ഇഞ്ച് മുതൽ 6 അടി വരെ ഉയരവും 185 മുതൽ 200 പൗണ്ട് വരെ ഭാരവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് നീലക്കണ്ണുകളും നരച്ച മുടിയുമായിരുന്നു. അദ്ദേഹം കണ്ണട എപ്പോഴും ധരിച്ചിരുന്നു. കെന്നത്തിൻ്റെ ഭാര്യ ബാർബറ ഐലീൻ മാർട്ടിൻ തിരോധാനം നടക്കുമ്പോൾ 48 വയസ്സായിരുന്നു. കെന്നത്തിനെ പോലെ റോസിറ്റി പാർക്ക് പ്രദേശത്താണ് അവരും വളർന്നത്. കെന്നത്തും ബാർബറയും 1929 നവംബർ 28-നാണ് വിവാഹിതരായത്. ചെറുപ്പത്തിൽ തന്നെ സുന്ദരിയും ജനപ്രിയയുമായിരുന്ന ബാർബറ 1918-ൽ നടന്ന പോർട്ട്ലാൻഡിൻ്റെ ആദ്യത്തെ റോസ് ഫെസ്റ്റിവൽ ജൂനിയർ ക്യൂനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഏറ്റവും മൂത്ത മകനായ ഡൊണാൾഡ് തിരോധാനം നടക്കുമ്പോൾ 28 വയസ്സായി. അദ്ദേഹം US നേവിയിൽ സേവനമനുഷ്ഠിക്കുകയും ന്യൂയോർക്ക് സ്റ്റേറ്റിൽ താമസിക്കുകയും ചെയ്തിരുന്നതിനാൽ തിരോധാന സമയത്ത് കുടുംബത്തോടൊപ്പം പോർട്ട്ലാൻഡിൽ ഉണ്ടായിരുന്നില്ല. 2ാമത്തെ മകളും മൂത്ത പെൺകുട്ടിയുമായിരുന്നു ബാർബി. 14 വയസ്സുണ്ടായിരുന്ന ബാർബി പ്രാദേശിക ഗ്രാൻഡ് ഹൈസ്കൂളിൽ ഫ്രഷ്മാൻ വിദ്യാർത്ഥിനിയായിരുന്നു. 13 വയസ്സായിരുന്നു വിർജീനിയയ്ക്ക്. ഇളയ സഹോദരി സൂസനോടൊപ്പം റോസിറ്റി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു സൂസൻ. തിരോധാന സമയത്ത് 11 വയസ്സായിരുന്നു പ്രായം. 1958 ഡിസംബർ 7 ഞായറാഴ്ചയായിരുന്നു മാർട്ടിൻ കുടുംബം വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. തലേദിവസം രാത്രി കെന്നത്ത് ക്രിസ്മസ് പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. ക്രിസ്മസിനായി പച്ചിലകളും അലങ്കാര വസ്തുക്കളും ശേഖരിക്കുന്നതിനായി കൊളംബിയ റിവർ ഗോർജ് ലക്ഷ്യമാക്കിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. കെന്നത്തും ബാർബറയും അവരുടെ 3 പെൺമക്കളോടൊപ്പം 1954 മോഡൽ ക്രീം ചുവപ്പ് നിറമുള്ള ഫോർഡ് കൺട്രി സ്ക്വയർ സ്റ്റേഷൻ വാഗണിലാണ് യാത്ര തിരിച്ചത്. പെട്ടെന്ന് മടങ്ങിയെത്താൻ ഉദ്ദേശിച്ചാണ് അവർ പോയതെന്നതിൻ്റെ സൂചനകൾ വീട്ടിൽ അവശേഷിപ്പിച്ചിരുന്നു. അത്താഴത്തിനുള്ള ഫ്രോസൺ ഇറച്ചി കൗണ്ടറിൽ അലക്കാനുള്ള തുണികൾ വാഷിംഗ് മെഷീനിലും പാത്രങ്ങൾ സിങ്കിലും ഇട്ടിട്ടാണ് അവർ പോയത്. ബാങ്കിൽ കാര്യമായ പണവും അവർ അവശേഷിപ്പിച്ചു. യാത്രയുടെ വിശദാംശങ്ങൾ കൃത്യമായി ലഭ്യമല്ലെങ്കിലും അന്നേ ദിവസം കുടുംബത്തെ പലരും കണ്ടതായി സാക്ഷികളുണ്ട്. കുടുംബം ഹുഡ് റിവറിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിരുന്നു. വൈകുന്നേരം 4 മണിയോടെ പോർട്ട്ലാൻഡിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയുള്ള കാസ്കേഡ് ലോക്സിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കെന്നത്ത് 5 ഗാലൻ ഗ്യാസ് വാങ്ങിയതായി ഗ്യാസ് സ്റ്റേഷൻ ഉടമ റിപ്പോർട്ട് ചെയ്തു. ഈ പർച്ചേസിൻ്റെ രസീത് 2 ആഴ്ചയ്ക്ക് ശേഷം മാർട്ടിൻ്റെ മെയിൻ ബോക്സിൽ ലഭിച്ചു. ഗ്യാസ് വാങ്ങിയ ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന കുടുംബം പിന്നീട് എവിടെ പോയെന്നോ എന്തു സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. കെന്നത്ത് തിങ്കളാഴ്ച ജോലിക്ക് ഹാജരാകാതിരിക്കുകയും മക്കൾ സ്കൂളിൽ എത്തുകയും ചെയ്യാതിരുന്നതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കെന്നത്തിൻ്റെ ബോസ് പോലീസിൽ വിവരം അറിയിച്ചു. ഒറിഗോൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്ന് ആരംഭിച്ചു. 1959 ഫെബ്രുവരിയിൽ ദി ഡാൽസ് എന്ന സ്ഥലത്തിനടുത്ത് കൊളംബിയ നദിയിലേക്ക് ഇറങ്ങിപ്പോയ നിലയിൽ ടയർ ട്രാക്കുകൾ കണ്ടെത്തി. ഇത് മാർട്ടിൻ കുടുംബത്തിൻ്റെ കാറിൻ്റേതാണെന്ന് ഉറപ്പിച്ചു. കാർ നദിയിലേക്ക് വീണതാവാമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തി. 1959 മെയ് മാസത്തിൽ
വിർജീനിയയുടെയും സൂസന്റെയും മൃതദേഹങ്ങൾ നദിയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തി. രണ്ടുപേരും മുങ്ങി മരിച്ചതായി സ്ഥിരീകരിച്ചു. എന്നാൽ വിർജീനിയയുടെ തലയോട്ടിയിൽ കണ്ട ദ്വാരം ഔദ്യോഗികമായി ഇത് മുറിവായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കേസിനൊരു ദുരൂഹത നൽകി. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ ബാക്കിയുള്ള 3 പേർക്കും കാറിനും വേണ്ടി അതികേന്ദ്രീകരിച്ച് തിരച്ചിൽ ശക്തമാക്കി. അമേരിക്കൻ സൈന്യത്തിൻ്റെ കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ബോൺവില്ലെ ഡാമിൻ്റെ സമീപത്തെ നദീജലത്തിൻ്റെ അളവ് വരെ കുറച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തെളിവുകൾ കുറവായതിനാലും കേസ് പരിഹരിക്കാൻ കഴിയാതിരുന്നതിനാലും മാർട്ടിൻ കുടുംബത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് 2 പ്രധാന സിദ്ധാന്തങ്ങൾ നിലനിന്നിരുന്നു. കെന്നത്ത് മാർട്ടിൻ അബദ്ധത്തിൽ കാർ നദിയിലേക്ക് ഓടിച്ചതാകാം എന്നതായിരുന്നു ആദ്യത്തെ സിദ്ധാന്തം. പുറത്തുനിന്നുള്ള ശക്തികളുടെ ഇടപെടലില്ലാതെ ഡ്രൈവിങ്ങിനിടയിലോ അല്ലെങ്കിൽ ഇരുട്ടിൽ കാസ്കേഡ് ലോക്സിനടുത്തുള്ള ഇടുങ്ങിയതോ അപകടകരമായതോ ആയ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കാർ നദിയിലേക്ക് വീണു. ടയർ ട്രാക്കുകൾ നദിയിലേക്കുള്ള ദിശയിൽ കണ്ടതോ മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെത്തിയതും ഈ സിദ്ധാന്തത്തെ പിന്തുണച്ചു. വർഷങ്ങളോളം നദിയുടെ ചെളിയിലും മണ്ണിലും കാർ പൂണ്ടുപോയത് കൊണ്ടാകാം ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഒഴുകി നടക്കാതിരുന്നതെന്നും വിലയിരുത്തി. മൾട്ട്നോമ കൗണ്ടി ഡിറ്റക്റ്റീവ് ആയിരുന്ന വാൾട്ടർ ഗ്രേവൽ ശക്തമായി വിശ്വസിച്ചിരുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. കാർ മനഃപൂർവ്വം നദിയിലേക്ക് തള്ളിയിട്ടതാവാമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കാസ്കേഡ് ലോക്സിനടുത്ത് നിന്ന് രക്തക്കറയുള്ള ഒരു തോക്ക് കണ്ടെത്തിയത് ഗ്രേവന്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഈ തോക്ക് മാർട്ടിൻ കുടുംബത്തിലെ മൂത്ത മകൻ ഡൊണാൾഡിൻ്റെ മോഷണക്കേസുമായി ബന്ധമുണ്ടായിരുന്നതായി പിന്നീട് കണ്ടെത്തി. ഡൊണാൾഡിന് മാതാപിതാക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ഒരു കുടുംബപരമായ പ്രതികാരത്തിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ ഡൊണാൾഡ് തൻ്റെ മാതാപിതാക്കളുടെ തിരോധാനത്തിൽ നേരിട്ട് പങ്കാളിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. കുടുംബത്തെ കണ്ട അവസാന ദിവസങ്ങളിൽ 2 മുൻ കുറ്റവാളികളെ ഹുഡ് റിവർ ഭാഗത്ത് കാർ മോഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ മാർട്ടിൻ കുടുംബത്തെ പിന്തുടർന്ന് കവർച്ചാ ശ്രമം നടത്തിയിരിക്കാമെന്നും അതിനിടയിൽ അവരെ കൊലപ്പെടുത്തി കാർ നദിയിലേക്ക് തള്ളിയിട്ടതാകാമെന്നും ഒരു സിദ്ധാന്തം നിലനിന്നിരുന്നു. 60-ലധികം വർഷം ഈ കേസ് ഒരു കോൾഡ് കേസായി തുടർന്നു. നിയമപാലകരും സ്വകാര്യ അന്വേഷകരും പലതവണ കൊളംബിയ നദിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ 2025 മാർച്ച് മാസത്തിൽ റിപ്പോർട്ടുകൾ പ്രകാരം സ്വതന്ത്ര ഡ്രൈവർമാരുടെ സംഘം കാസ്കേഡ് ലോക്സിനടുത്ത് നദിയുടെ ആഴത്തിൽ ചെളിയിൽ പൂണ്ടുപോയ നിലയിൽ ഒരു വാഹനം കണ്ടെത്തി. കാർ മാർട്ടിൻ കുടുംബത്തിൻ്റേതാണെന്ന് 99% ഉറപ്പാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ഈ കണ്ടെത്തൽ കേസിൻ്റെ ഗതി മാറ്റിമറിച്ചു. മാർട്ടിൻ കുടുംബം നദിയിൽ തന്നെയാണ് മരിച്ചതെന്ന അപകട സിദ്ധാന്തം വീണ്ടും ശക്തമായി. എന്നാൽ കെന്നത്ത്, ബാർബറ, ബാർബി എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കാറിൽ നിന്ന് കണ്ടെടുക്കുന്നതുവരെയും കാർ മനഃപൂർവ്വം തള്ളിയിട്ടതാണോ അതോ ഒരു സാധാരണ അപകടമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. മാർട്ടിൻ കുടുംബത്തിൻ്റെ തിരോധാനം ഒരു കുടുംബ ദുരന്തമാണോ അതോ ഒരു കുറ്റകൃത്യമാണോ എന്ന ചോദ്യത്തിന് ഈ കാർ കണ്ടെത്തിയതിലൂടെ ലഭിക്കുന്ന ഫോറൻസിക് തെളിവുകൾക്ക് മാത്രമേ ഇനി ഉത്തരം നൽകാൻ സാധിക്കൂ. ഈ കേസ് ഇന്നും അമേരിക്കൻ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. പോർട്ട്ലാൻഡിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൻ്റെ തിരോധാനം, ദ മാർട്ടിൻ ഫാമിലി കേസ്, ഒറിഗോൺ ചരിത്രത്തിലെ ഏറ്റവും വിഷമകരമായ കോൾഡ് കേസുകളിലൊന്നായി 6 പതിറ്റാണ്ടുകളോളം തുടർന്നു. കെന്നത്ത്, ബാർബറ, ബാർബി, വിർജീനിയ, സൂസൻ എന്നിവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി യാത്ര പുറപ്പെട്ട 1958 ഡിസംബർ 7 ആ ഞായറാഴ്ച ശാന്തമായ അവരുടെ ജീവിതത്തെ കൊളംബിയ നദിയുടെ അഗാധതയിലേക്ക് വലിച്ചു. തുടക്കത്തിൽ തിരോധാനം ഒരു ദാരുണമായ അപകടമാണോ അതോ ദുരൂഹമായ കൊലപാതകമാണോ എന്നതിനെ ചൊല്ലി ശക്തമായ വാദങ്ങൾ നിലനിന്നു. നദിയിലേക്ക് നീളുന്ന ട്രയൽ ട്രാക്കുകളും മാസങ്ങൾക്ക് ശേഷം വിർജീനിയയുടെയും സൂസന്റെയും മൃതദേഹങ്ങൾ നദിയിൽ കണ്ടെത്തിയതും അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ രക്തക്കറയുള്ള തോക്കിൻ്റെ സാന്നിധ്യവും ഡിറ്റക്റ്റീവ് വാൾട്ടർ ഗ്രേവനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ ഉറച്ച സംശയങ്ങളും കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പല ദശാബ്ദങ്ങൾക്കും ശേഷം 2025 മാർച്ച് മാസത്തിൽ കൊളംബിയ നദിയിൽ കാർ കണ്ടെത്തിയതോടെ ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായി. കാർ കണ്ടെത്തിയതിലൂടെ മാർട്ടിൻ കുടുംബം നദിയിൽ തന്നെയാണ് അന്ത്യം കണ്ടത് എന്ന സിദ്ധാന്തം സ്ഥിരീകരിക്കപ്പെട്ടു. എങ്കിലും ഈ വാഹനം എങ്ങനെ നദിയിലെത്തി എന്ന ചോദ്യം പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. കെന്നത്ത് മാർട്ടിൻ്റെ അശ്രദ്ധയാണോ അതോ ആരോ മനഃപൂർവ്വം തള്ളിയിട്ടതാണ്? കാറിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന പുതിയ ഫോറൻസിക് തെളിവുകൾക്ക് മാത്രമേ ഈ ദീർഘകാല ദുരൂഹതയ്ക്ക് വിരാമമിടാൻ സാധിക്കൂ. ഇപ്പോൾ മാർട്ടിൻ കുടുംബത്തിൻ്റെ കഥ പരിഹരിക്കപ്പെടാൻ കാലതാമസം നേരിടുന്ന കേസുകളിൽ ശാസ്ത്രത്തിനും നിശ്ചയദാർഢ്യത്തിനുമുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു അധ്യായമായി മാറുകയാണ്. അവരുടെ തിരോധാനം അമേരിക്കൻ ക്രൈം ചരിത്രത്തിൽ ഒരു അടയാളമായി എന്നും നിലനിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ബെല്ലൈക്കൻ നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.